സംഘർഷത്തിനാവില്ലാതെ മണിപ്പൂർ ഇൻഡോ മ്യാൻമർ ബോർഡറിലെ സ്ഥിതിഗതികൾ വിലയിരുത്തി സുരക്ഷാ ഉപദേഷ്ടാവ് കുൽദീപ് സിംഗ്. ഇന്റർനെറ്റ് നിരോധനം 2 ദിവസത്തേക്ക് കൂടി നീട്ടി. MLA-മാരുടെ വീടുകൾക്ക് ആക്രമണങ്ങൾ നടത്തിയ സംഭവത്തിൽ 7 പേർ അറസ്റ്റിൽ. ആക്രമണങ്ങളും ഏറ്റുമുട്ടലുകളും ആവർത്തിക്കുന്ന പശ്ചാത്തലത്തിൽ മണിപ്പൂരിൽ സുരക്ഷ ഉറപ്പാക്കാൻ കൂടുതൽ സൈന്യത്തെ വിന്യസിച്ചു. 20 കമ്പനി സൈന്യം കൂടി സംസ്ഥാനത്തെത്തും. ഇൻഡോ മ്യാൻമാർ അതിർത്തിയിൽ സുരക്ഷാ ഉപദേഷ്ടാവ് കുൽദീപ് സിംഗ് നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. അതിർത്തി നഗരമായ മോറയിലെ നിലവിലെ സാഹചര്യങ്ങൾ മണിപ്പൂർ DGP രാജീവ് സിംഗും സുരക്ഷാ ഉപദേഷ്ടാവ് കുൽദീപ് സിംഗും പരിശോധിച്ചു. ഓരോ മേഖലയിലെയും ചെക്ക് പോസ്റ്റുകളിലും ആവശ്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ക്രമസമാധാനം കണക്കിലെടുത്ത് മണിപ്പൂരിൽ 2 ദിവസത്തേക്കൂടി ഇന്റർനെറ്റ് സേവനങ്ങൾക്കുള്ള നിരോധനം നീട്ടി. ജിരിബാം, ഫെർസാൽ ജില്ലകളിലും ഇന്റർനെറ്റ് സേവനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തി. മണിപ്പൂരിലെ MLA-മാരുടെ വീടുകൾക്ക് നേരെ ആക്രമണം നടത്തിയ സംഭവത്തിൽ 7 പേരെ കൂടി അറസ്റ്റ് ചെയ്തു. ജനങ്ങൾക്ക് അവശ്യ സാധനങ്ങൾ വാങ്ങുന്നതിനായി രാവിലെ 5 മണി മുതൽ 12 വരെ കർഫ്യൂവിന് പ്രത്യേകം ഇളവ് അനുവദിച്ചിട്ടുണ്ട്. മണിപ്പൂരിലെ പൂർണ്ണ സുരക്ഷാ ചുമതല സുരക്ഷാ ഉപദേഷ്ടാവ് കുൽദീപ് സിംഗിന് നൽകി. ആക്രമണങ്ങൾ നടത്തുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കാനാണ് നിർദ്ദേശം. ഇംഫാലിൽ നിന്ന് ക്യാമറാമാൻ ജിജീന്ദറിനൊപ്പം വിനീത VG 24.